രാത്രി തന്നെ ഇവിടുന്ന് പോകാനാണ് മൂത്താപ്പാൻ്റെ തീരുമാനം. എതിർക്കാൻ അവൾക്ക് സാധിക്കൂല. എന്നോടിത് പറയാനും ഇനി തമ്മിൽ കാണുന്നത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നു ഞാൻ അവളോട് പറഞ്ഞതാ. പക്ഷെ പോകുന്നതിനു മുമ്പ് എന്നെ അവസാനമായിട്ടൊന്ന് കാണുന്നോള് വാശി പിടിക്കുക. ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഓളിയും കൊണ്ട് ഞാൻ പുറത്തേക്ക് വരും. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മേറു. ഓൾ എങ്ങോട്ട് പോന്നേ പറയുന്നേ? എന്നങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? അവൾക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? ആയിഷ എന്ന പെൺകുട്ടിക്ക് എന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല വിനോദ്. പക്ഷെ ആയിഷ എന്ന മുസ്ലിമിന് എന്നെ മറന്നേ പറ്റൂ. ഇഞ്ചിന്റെ കൂടെ വാ, നമുക്ക് കല്യാണം കഴിക്കാം. ഈ മഴ തോരുന്നതിന് മുമ്പ്, നാടും വീട്ടുകാരൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ആളുകളെ പിരിച്ചു കാണാത്ത ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി നമുക്ക് ജീവിക്കാം. പിന്നെ എല്ലാം തുടങ്ങുമ്പോൾ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാം. അവിടെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഇഞ്ചിന്റെ കൂടെ വാ ഐഷ, ഇഞ്ചിന്റെ കൂടെ വാ. ഇങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. പ്ലീസ് ഐഷ, പ്ലീസ്. കാലത്ത് തന്നെ എന്താ ആലോചിക്കുക? പോണ്ടേ? എൻ്റെ രഹന പണ്ട് ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഓർമ്മയുണ്ടോ? പെരിയോട്ട് അബ്ദുറഹിമാൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പാവത്തിന്. സിവിൽ സർവീസിന് പോകണം, കവിതകൾ എഴുതണം, ചിത്രം വരക്കണം. പക്ഷേ വീടും കുടുംബവും അല്ലാത്തൊരു ലോകം രഹനക്ക് ആവശ്യമില്ലെന്ന് ഇക്കയും ബാപ്പയും കൂടി അങ്ങ് തീരുമാനിച്ചു. എനിക്കന്നും ഇന്നും സ്വന്തമായ അഭിപ്രായങ്ങളില്ലല്ലോ. അതിരുവിട്ട അനുസരണശീലം ഒരുതരം സ്ലേവറിയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധവുമില്ല. അവസാനം ന്യൂമോണിയയുടെ പേരിൽ പടച്ചനോളെ വിളിക്കുമ്പോൾ ഒടുവിലത്തെ നെഞ്ചിടിപ്പിന് മുമ്പ് എൻ്റെ കൈയമർത്തി പിടിച്ചോള് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മെഹറൂനും ഐഷനും ഒരാഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടാവണം. പക്ഷേ എവിടെ? മനസ്സും ശരീരവും പാകപ്പെടുന്നതിന് മുമ്പ് തന്നെ
നിക്കാഹിൻ്റെ പേരിൽ ബാപ്പ നടത്തിയ കൂട്ടുകച്ചവടത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കേണ്ടി വന്നു എനിക്കെൻ്റെ മെഹറൂനെ. ചെന്ന് കയറിയ വീട്ടിലെ ആൾക്കാർ വേലക്കാരോട് പെരുമാറുന്നതിലും മോശമായിട്ട് പെരുമാറിയപ്പോൾ പ്രതികരിക്കാൻ തനിക്ക് അവകാശമില്ലെന്ന് ഓക്കറിയില്ലായിരുന്നു. കെട്ടിയ പെണ്ണിനെ മനസ്സിലാക്കാത്ത ആ കള്ളക്കാപ്പർ എൻ്റെ മോളെ മൊയ് ചൊല്ലുമ്പോൾ ഓക്ക് 18 തികഞ്ഞിട്ടില്ല. ചിതിലരിച്ച കുറേ ശാഠ്യങ്ങളും കൊണ്ട് സ്വന്തം ചോരയെ കുത്തിനോവിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എന്തിനാടോ 50 വർഷത്തെ ജീവിതവും കുറേ അനുഭവങ്ങളും? രഹനയ്ക്കും മെഹറൂനും സംഭവിച്ചത് ഐഷയ്ക്ക് സംഭവിക്കില്ല. എൻ്റെ മോള് ഓക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. ഓൾ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ കൂടെ ഓക്കതിന് അവകാശമുണ്ട്, മറ്റേത് പെണ്ണിനെയും പോലെ. കറുത്ത തുണി കൊണ്ട് മൂടി വെക്കേണ്ടത് പെണ്ണിൻ്റെ വിശുദ്ധിയാണ്, സ്വപ്നങ്ങളല്ല. ഈ നിരാശാ കാമുകന്മാര് തീവ്രവാദികളെ പോലെയാ കേട്ടോ. എപ്പോൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്തു കളയുന്നതിന് മുമ്പ് ചെല്ല്, അവനെ കണ്ടുപിടിക്കും. അപ്പു, ഇത് ഐഷി. പോരാ. ഒട്ടും ടെൻഷൻ അടിക്കണ്ട. ഓനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ? വിനോദി, ഫോൺ എടുക്കടാ. ശ്ശേ. ഹലോ സാർ ഇത് അബ്ദുവാ. എന്തടേ? എനിക്ക് പേടിയാവുന്നു സാർ. ഓനെ എടുത്തിയാടി എന്തെങ്കിലും. നിലവറയ്ക്കകത്ത് സ്വർണവും നെഞ്ചിനകത്ത് സ്നേഹവും നിറഞ്ഞ ശ്രീ പത്മനാഭസ്വാമിയുടെ നാട്ടുകാരനാടെ ഞാൻ. വാക്ക് പറഞ്ഞ വാക്ക് തന്നെ. അവൻ അബദ്ധങ്ങളൊന്നും ചെയ്യരുതേ. ഈ ലവ് സ്റ്റോറി ഹാപ്പി എൻഡിങ്, അത് നീ ഉറപ്പിച്ചു. രാവിലെ എന്നെ മോന്തം കാണിച്ച് പേടിപ്പിക്കുന്ന നമ്മുടെ വിനോദ് മിസ്സിംഗ് ആണ്. ഇന്നലെ രാത്രി അവനും ആയിഷും തമ്മിൽ പിരിഞ്ഞ. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. പക്ഷെ അവൻ എവിടെ യാതൊരു വിവരവും ഇല്ല. വീട്ടിലന്വേഷിച്ചോ? അബ്ദു പോയി നോക്കി, അവിടെ ഇല്ല. ഈ പ്രേമം പൊള്ളിയുമ്പോ ചെറുപ്പക്കാർ പോകുന്ന സ്ഥലം ഏത്? നട്ടപ്പാതിരിക്ക് എവിടെ ബാറ്? പിന്നെ ഉള്ളത് കടപ്പുറ.
ഇവിടെ അടുത്തുള്ള കടപ്പുറ ഏത്? ഇവിടെ മൊത്തം കടപ്പുറല്ലേ? വാ. പയ്യാമ്പലം, മുഴപ്പിലങ്ങാട്, ധർമ്മടം, തലശ്ശേരി. അവൻ എവിടെ പോകാനാണ് സാധ്യത? അത് പറയ്. നോ ഐഡിയ. ഗെറ്റ് ഐഡിയ. ഷാജു, കസ്റ്റമർ കെയറിലെ ബാബുവിന്റെ നമ്പർ ബാഗ് എടുത്ത് കൊടുക്ക്. ആ. സോറി സാർ, ബില്ലടച്ചിട്ടില്ല. അവനൊക്കെ ഇതില് സിഗ്നൽ പോലെ. തന്റെ മൊബൈൽ ഇതാ എടുത്തു. ആ ബാബു, ഞാൻ SI പ്രേംകുമാർ. ഒരു സഹായം വേണം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യും. സാർ, ബാബു ബാബു. ഹലോ ബാബു, കുറച്ച് പറ കേട്ടൂടാ. ലാസ്റ്റ് മെസ്സേജുകൾ അയച്ചപ്പോ അവൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ? ഓക്കെ, കമോൺ. സതീശ, ഡീസൽ അടിച്ച? ഫുൾ ടാങ്ക്. കത്തിച്ചു വിട്ടോ? എങ്ങോട്ടേക്കാ സാർ? കടൽ പാലം. വേസ്റ്റ് ചെയ്ത കേറ് കേറ്. പെട്ടെന്ന് കേറണേ. പോ, 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 പോ. എന്താ? വേഗം വാ. ഞാൻ SI ഒന്നും തോന്നരുത്. വണ്ടി ഒരല്പം കണ്ടീഷൻ മോശം തന്നെ. സർക്കാരിന്റെ അല്ലേ? താങ്ക് യു സർ. അയ്യോ, താങ്ക്സ് പറയേണ്ട നമ്മളോടല്ലേ കേട്ടാ. കസ്റ്റമർ കെയറിലെ ബാബുവിൻ്റെ കൂടെ ചെല്ല്, നിന്റെ നായരുടെ അടുത്തേക്ക്. മിസ്റ്റർ നായർ. പുതിയപടി ഗോപാലമാഷിന്റെ വീട്ടില് നിസ്കാരപ്പായ വിരിക്കാൻ ഒരു മുറി ഒഴിച്ചു തരുമോ? ഇനി ധൈര്യമായിട്ട് പയലുള്ള കൂളിംഗ് ഗ്ലാസ്സുകളൊക്കെ എടുത്ത് വെക്കണേ. ഐഷ, ഞാൻ നിന്നെ ഒന്ന് ഉമ്മ വെച്ചോട്ടെ പ്ലീസ്. ഐഷ, 3-4 മാസമായിട്ട് നെറ്റ് എത്തിയിട്ടുള്ളൂ. ഒരേ ഒരു തവണ പ്ലീസ് 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 പ്ലീസ്. കള്ളൻ കിസ്സടിച്ച്. പടച്ചോനെ, എനക്ക് ഇവിടെ കെട്ടിച്ച് തന്നെ. ഐഷക്കുട്ടി, കുട്ടിയെ പ്രേമിച്ച നായരുടെ കഥ ഇവിടെ തുടരുന്നു. പടച്ചോൻ ഭയങ്കര സംഭവം തന്നെയാണ്. ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മറന്നാലും പുള്ളി മറക്കില്ലാന്ന് തോന്നുന്നു.